വെൽക്കം ടൈമനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ്സ് ഫോർ ഗ്ലൂക്കോമ ഫാർമക്കോളജിയാണ്. ഫാർമക്കോളജി ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമയാണ് നമ്മൾ സംസാരിച്ചത്. ഇത് പറയാൻ നമുക്ക് ആദ്യം എന്താണ് ഗ്ലൂക്കോമ ഒന്ന് ചെറുതായിട്ടെങ്കിലും പറയേണ്ടി വരും. ദെൻ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ ഒന്ന് പറയാതെ നമുക്ക് ഡിഫറെന്റ് ഡ്രഗ്സിനെ പറ്റി പറയാൻ പറ്റില്ല. കാരണം ചിലത് ഒരു ടൈപ്പിന് പറ്റും, ചിലത് മറ്റേ ടൈപ്പിനായിരിക്കും. സോ അങ്ങനെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ടൈപ്സ് എന്ന് പറഞ്ഞ് പോകേണ്ടി വരും. സോ നമ്മളപ്പോൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ ആൻഡ് ഡ്രഗ്സ് യൂസ് ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ. ദെൻ ഓൾസോ ലേറ്റസ്റ്റ് പുതിയതായിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ ഗ്ലൂക്കോമയിൽ, അതും കൂടി ഒന്ന് പറഞ്ഞു പോകും. സോ ഇതാണ് നമ്മുടെ ബേസിക് പ്ലോട്ട്. സോ ഗ്ലൂക്കോമ ഡ്രഗ്സ് ഫാർമക്കോളജി. നമുക്ക് ആദ്യം എന്താണ് ഗ്ലൂക്കോമ എന്ന് പറയാം. സോ ഗ്ലൂക്കോമ ഇസ് എ ക്രോണിക് ആണ്. ക്രോണിക് ആയിട്ടുള്ള പ്രോഗ്രസീവ്, തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രോഗ്രസീവ്. ലീഡ്സ് ടു പ്രോഗ്രസീവ് ഡിസീസ് ലീഡ്സ് ടു ഓപ്റ്റിക് ന്യൂറോപ്പതി ഉണ്ടാക്കുന്ന രോഗമാണ്. ഓപ്റ്റിക് ന്യൂറോപ്പതിയിൽ അവസാനിക്കും. സോ ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ്, ദീർഘനാൾ കൊണ്ടുണ്ടാകുന്നതാണ്. പതിയെ പതിയെ മുന്നോട്ട് പോയി അങ്ങനെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാക്കുക. തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റില്ല. സോ പ്രോഗ്രസീവ് ഡിസീസ് ആണ്. ഗ്ലൂക്കോമ ഉള്ളവരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ കിട്ടും. ട്രയാഡ്സ് എന്നാണ് അതിന് പറയാം. 3 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ, IOP. കണ്ണിനകത്ത് ഇൻട്രാ ഓക്കുലാർ പ്രഷർ വർദ്ധിച്ചായിട്ട് നമ്മൾ ടോണോമെട്രി വെച്ചിട്ട് ചെയ്യുക. പരിശോധനയിൽ കാണാം. നോർമൽ IOP ഉള്ളവരിലും ചിലപ്പോൾ ഗ്ലൂക്കോമ ഉണ്ടാകാം, അത് വേറെ കാര്യം. രണ്ടാമത്തത് ഓപ്റ്റിക് ഡിസ്ക് ചേഞ്ചസ് ആണ്. ഓപ്റ്റിക് ഡിസ്കിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതെങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫണ്ടോസ്കോപ്പി വഴി അവർക്ക് നോക്കിയാൽ, ഡോക്ടർമാർക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓപ്റ്റിക് നെർവിന് ഡാമേജ്, ഇവിടെയൊക്കെ ഇതാണ് നെർവ്, ഇത് റെറ്റിനൽ ലെയർ ആണ്. റെറ്റിനൽ ലെയർ ഇങ്ങനെ പോകുന്നതാണ് ഓപ്റ്റിക് നെർവ്. സോ അവിടെ ഡാമേജ് കാണാൻ പറ്റും. ദെൻ കണ്ണിന്റെ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് മൂന്നാമത്തത്. വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ഉണ്ടായിരിക്കും. നേരത്തെ ഇത്രയും കാണാമെങ്കിൽ ഇപ്പൊ ഇത്രയൊക്കെ കാണുന്നുണ്ടാവുള്ളൂ. രോഗി അറിയില്ല, രോഗി ഇവിടെ നോക്കുമ്പോൾ അത് കാണുന്നുണ്ട്. സോ വിഷ്വൽ ഫീൽഡ് കുറഞ്ഞതായിട്ട് പെരിമെട്രി ടെസ്റ്റ് ആണ് അതിന് ചെയ്യുക. വേറെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. വിഷ്വൽ ഫീൽഡ് കുറഞ്ഞത് രോഗിക്ക് കാഴ്ചയിൽ അറിയാൻ പറ്റില്ല, കാരണം രോഗി നേരിട്ട് കാണുന്നതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവസാനം പൂർണ്ണമായിട്ട് അന്ധനാവുമ്പോഴാണ് ഇത് അറിയാൻ പറ്റുള്ളൂ. സോ 3 കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ചിലപ്പോൾ ഉണ്ടാവണമെന്നേ ഇല്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ആദ്യം നമുക്ക് ഈ IOP ഇൻട്രാ ഓക്കുലാർ പ്രഷർ എന്താണെന്ന് നോക്കാം. നമ്മുടെ കണ്ണിൽ 2 തരം ഫ്ലൂയിഡ്സ് 2 സ്ഥലത്തായിട്ടുണ്ട്. ഒന്ന് ഇവിടെയാണ്, വിട്രിയസ് ചേംബറിനകത്ത് വിട്രിയസ് ഫ്ലൂയിഡ് ഓർ വിട്രിയസ് ഹ്യൂമർ. ഇതൊരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ്. സോ ലെൻസിന്റെ പിറകിലാണ്, റെറ്റിനയുടെ മുൻവശത്താണ്. സോ ഇതിനകത്താണ്, ഈ ഭാഗത്താണ് വിട്രിയസ് ഫ്ലൂയിഡ് ഓർ വിട്രിയസ് ഹ്യൂമർ ഉള്ളത്. രണ്ടാമത്തേത് അക്യൂസ് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടറിയാണ്. അക്യൂസ് ഹ്യൂമർ വാട്ടറിയാണ്. ഇത് ലെൻസാണ്. ഇതാണ് നമ്മുടെ ലെൻസിന്റെ മുന്നിലാണ്. ഇത് കോർണിയാണ്, കോർണിയ വരെയുള്ള ഭാഗം. സോ ലെൻസ് ടു കോർണിയാണ്. സോ ലെൻസിന്റെയും കോർണിയയുടെയും ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഇരിപ്പുണ്ടല്ലോ, ഇതാണ് ഐറിസ് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു ഭാഗമുണ്ട്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം. സോ ലെൻസിനും ഐറിസിനും ഇടയിലുള്ള ഈ ഭാഗത്തെ നമ്മൾ പോസ്റ്റീരിയർ ചേംബർ എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് പോസ്റ്റീരിയർ ചേംബർ. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളത് തന്നെ നമുക്ക് ആന്റീരിയർ ചേംബർ എന്ന് വിളിക്കും. സോ പോസ്റ്റീരിയർ ചേംബറിലുണ്ട്, അതായത് ഇവിടെയുണ്ട്, ഇതേ ഫ്ലൂയിഡ് തന്നെ ഇവിടെയും ഉണ്ട്. 2 സ്ഥലത്തുണ്ട്. സോ പോസ്റ്റീരിയർ ചേംബർ പ്ലസ് ആന്റീരിയർ ചേംബർ 2 സ്ഥലത്തും കൂടി ചേരുമ്പോഴാണ് അക്യൂസ് ഹ്യൂമർ. ഇവിടെ ഇത്രയും ഭാഗത്താണ് ഉള്ളത്. ഇനി എന്തിനാണ് ഈ അക്യൂസ് ഹ്യൂമർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെൻസും ഈ കോർണിയയും ദീസ് ആർ എവാസ്കുലാർ ആണ്. ബ്ലഡ് സപ്ലൈ ഇല്ല. സോ ഇതിന് നറിഷ്മെന്റ് വേണം, ഇത് ഇവിടെ നിന്നായിരിക്കും കൊടുക്കുക. ദെൻ മെറ്റബോളിക് പ്രോസസ്, ഇതിനകത്ത് പല മെറ്റബോളിക് പ്രോസസ് ഇവിടേക്ക് നടക്കുന്നുണ്ട്. സോ അവിടെ നിന്നൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് പോകും. ദെൻ ഇതിന് ഈ ഭാഗത്തൊരു ഷേപ്പ് കൊടുക്കണം അല്ലെ, ഐബോളിന് ഷേപ്പ് കൊടുക്കണമെങ്കിൽ ദിസ് അക്യൂസ് ഹ്യൂമർ ഇവിടെ വേണം, വിട്രിയസ് ഹ്യൂമർ ഓർ വിട്രിയസ് ഫ്ലൂയിഡ് ഇവിടെയും വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുക. ഇതെല്ലാം നിലനിർത്താൻ നമുക്ക് അക്യൂസ് ഹ്യൂമറിന്റെ ആവശ്യം ഉണ്ട്. സോ എത്ര അക്യൂസ് ഹ്യൂമർ ഉണ്ടാവും എന്ന് വെച്ചാൽ 0.25 മൈക്രോ ആണ് കേട്ടോ. മൈക്രോ ലിറ്റർ പെർ അവർ ആണ് ഉണ്ടാവുക. മൊത്തം എത്ര ഉണ്ടെന്ന് വെച്ചാൽ ആകപ്പാട് 0.3 ml. ഇതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 0.3 ml മാത്രമേ ഉള്ളൂ. ഈ 0.3 ml ആണ് ഇത്രയും സ്ഥലത്ത് ഒരു 12 മുതൽ 20 വരെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ. സോ ഇതാണ് നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ എന്ന് വെച്ചാൽ 12 to 20 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആണ്. അപ്പോൾ ഈ പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ കൂടുന്നു. H മൂലം ഇവിടുത്തെ പ്രഷർ, അകത്തെ പ്രഷർ കൂടി കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ലെൻസ് ഇങ്ങോട്ടേക്ക് തള്ളും. സോ ഇങ്ങോട്ടേക്ക് ഇതിനകത്തേക്ക് പ്രഷർ വരും. സോ സമ്മർദ്ദം ഇവിടെ വർദ്ധിച്ചിട്ട് ഇവിടെ റെറ്റിനൽ ലെയർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പച്ച കളറിൽ കാണുന്നതാണ് റെറ്റിനൽ ലെയർ ഓഫ് റെറ്റിനയാണ്. ഇവിടെ ഗാംഗ്ലിയോൺ സെല്ലാണ് ഏറ്റവും അറ്റത്തുള്ളത്. ഗാംഗ്ലിയോൺ സെൽ ഉണ്ട്. സോ ഇവിടെ ആയിട്ട് ചേർന്നിരിക്കുമ്പോൾ ഇവിടെ അതിന്റെ ആക്സോണുകളാണല്ലോ ഇങ്ങനെ പോകുന്നത്. സോ ഇവിടെ ഓപ്റ്റിക് നെർവ് ആയിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. സോ ദിസ് വിൽ കംപ്രസ്. ഇവിടെ ഈ നെർവ്സ് കംപ്രസ്ഡ് ആവും. സോ മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാകും.
ഇവിടെ ഇങ്ങനെ തള്ളൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴത്തേക്കും ഹൈപ്പോക്സിക് ഡാമേജ് ഉണ്ടാവും. ഹൈപ്പോക്സിക് ഡാമേജ് ഉണ്ടാവുമ്പോൾ ദാറ്റ് ക്യാൻ ഓൾസോ കോസ് ഡാമേജ് ടു ദ ഈ പ്രഷർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലാമിന ക്രിബ്രോസ, ഇതാണല്ലോ ലാമിന ക്രിബ്രോസ, ഇങ്ങനെ തുളകളാണ്, ഇതിലൂടെയാണ് നെർവ് പോകുന്നത്. സോ ഇവിടെ ഇങ്ങനെയൊക്കെ തള്ളി ഇങ്ങോട്ടേക്ക് വരും. അതിനാണ് നമ്മൾ കപ്പിംഗ് എന്ന് പറയാം. സോ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക. സോ ദീസ് ഓൾ മെക്കാനിക്കൽ ആൻഡ് ഓൾസോ ഹൈപ്പോക്സിക് ഡാമേജ് ഇതെല്ലാം ചേർത്ത് ഇങ്ങോട്ടേക്ക് പോകുന്ന ഓപ്റ്റിക് നെർവിന്റെ പ്രവർത്തനം ശരിയല്ലാതെ വരും. സോ ഇത് കാഴ്ചയെ പതിയെ ബാധിക്കും. വിഷ്വൽ ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു, വിഷ്വൽ ഫീൽഡ് ഇത് മൊത്തമാണെങ്കിൽ അത് ഇത്രയാകും, പിന്നെ ഇത്രയാകും, കുറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാകും അവസാനം കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഇപ്പൊ ഇതിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി ഉള്ള ഡാമേജ് എല്ലാം ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ്, അതും തിരിച്ചു വരില്ല. അത് ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ പറ്റില്ല. ഇനി മുന്നോട്ട് പക്ഷേ ഫർദർ പ്രോഗ്രഷൻ ഓഫ് ഡിസീസ് നമുക്ക് തടഞ്ഞു നിർത്താം. ഇവിടെ തളൽ നിൽക്കുമ്പോൾ ഇനി വീണ്ടും പ്രശ്നങ്ങളില്ല. സോ കാഴ്ച അവസാനം അന്തിമമായിട്ട് ഇല്ലാതാകുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതാണ് മരുന്ന് ഉപയോഗിച്ചാലുള്ള ഗുണം. സോ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ രോഗിയിൽ പ്രത്യേകിച്ച് കാഴ്ചശക്തി കൂടുന്നുണ്ടോ? ഇല്ല, കാഴ്ചശക്തി കൂടുന്നില്ല. പ്രത്യേകിച്ച് രോഗിക്ക് ഒന്നും അനുഭവപ്പെടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് രോഗികൾ എന്ത് ചെയ്യും? രോഗികൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിർത്താനുള്ള പ്രവണത കൂടുതലായിരിക്കും. സോ പ്രത്യേകിച്ച് ഫലമോ ഗുണമോ ഇല്ല എന്ന് അവരങ്ങ് കരുതും. സോ രോഗികളെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശരിയായ ഗുണഫലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത്, ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഗ്ലൂക്കോമ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ. നമുക്കിനി ഗ്ലൂക്കോമ ടൈപ്സ് എന്ന് പറയാം. സോ പ്രധാനമായിട്ടും നമ്മൾ വിവരിക്കുന്നത്, നമ്മൾ ഇവിടെ പറയുന്ന മരുന്നുകൾ, ഒന്ന് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, OAG എന്ന് എഴുതിയാൽ മതി. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ഗ്ലൂക്കോമ, വൈഡ്, W ഫോർ വൈഡ്, ഇത് ഓപ്പൺ ആണ്. രണ്ടാമത്തത് വീണ്ടും പ്രൈമറി തന്നെയാണ്. സോ ഇത് രണ്ടും പ്രൈമറിയാണ്. പ്രൈമറി നാരോ ആംഗിൾ ഗ്ലൂക്കോമയാണ്. നാരോ ആംഗിളിനെ നമ്മൾക്ക് വേണമെങ്കിൽ ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ എന്നും വിളിക്കാം. സോ നമ്മൾ ഇതിനുപയോഗിക്കുന്ന മരുന്നും ഇതിനുപയോഗിക്കുന്ന മരുന്നാണ് പ്രധാനമായിട്ട് പറയുക. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയാം, അല്ലെ? സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് ഉണ്ടാവുന്ന ഹൈപ്പർ ടെൻഷൻ. സോ സെക്കൻഡറി ഗ്ലൂക്കോമയുണ്ട്. അതിലും ഇതേപോലെ തന്നെ ഓപ്പൺ ആംഗിൾ ആകാം, either ഓപ്പൺ ആംഗിൾ ഓർ നാരോ ആംഗിൾ. ഇതാണ് സെക്കൻഡറി. മൂന്നാമത്തത് ഉള്ളത് കൺജനിറ്റൽ ആണ്. ജന്മന ഉണ്ടാകുന്ന ഗ്ലൂക്കോമ, തകരാറുകൾ, പലതരത്തിലുള്ള ഗ്ലൂക്കോമകൾ. സോ ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയാണ്. ദെൻ അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊക്കെ കുറവായിരിക്കും. ദെൻ സെക്കൻഡ് നമ്മൾ പറയുന്നത് നാരോ ആംഗിൾ ഗ്ലൂക്കോമയാണ്. സോ ഇതിന്റെ തന്നെ പല സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ സ്റ്റേജ് അക്യൂട്ട് സ്റ്റേജിലുള്ളതാണെങ്കിൽ രോഗിക്ക് രോഗലക്ഷണങ്ങൾ കാണും, വിഷമതകൾ കാണും. അതിന് നമുക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ടി വരും. മറ്റേതിനൊന്നും എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട, പക്ഷെ ഇതിന് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട കേസാണ്. പിന്നെ നമുക്ക് മരുന്നുകളിലേക്കാണ് നമ്മൾ വരിക. സോ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ. അതിനുപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ ഇനി ആദ്യം തൊട്ടങ്ങ് പറഞ്ഞു പോവുക. സോ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഓപ്പൺ ആംഗിൾ എന്ന് നമ്മൾ നമ്മളത് സംസാരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഇത് നമ്മുടെ ലെൻസ് ആണ്. ഓക്കെ, ഇത് താഴത്ത്, ഇത് വേറെ, ഇത് നാരോ ആംഗിൾ ആണ് കേട്ടോ ഈ പടം. ഇതാണ് നമ്മൾ ഓപ്പൺ ആംഗിൾ. ഇത് നമ്മുടെ ലെൻസ് ആണെങ്കിൽ ഇത് അപ്പോൾ കോർണിയ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഐറിസ്, ഇത് സീലറി ബോഡിയാണ്. ഇത് സീലറി ബോഡി എന്നുള്ള സോണലാർ ഫൈബേഴ്സ് ആണ്. ഇതാണ് സീലറി പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ആംഗിളിൽ നമ്മൾ പറയുന്ന ഈ ഇവിടെ ഇത് ഐറിസ് ആണ്, ഇത് കോർണിയ. സോ അതിനെ നമ്മൾ വിളിക്കുക ഐറിസ് ഉണ്ട്. അപ്പൊ ഇറിഡോ കോർണിയൽ ആംഗിൾ എന്നാണ്. ഇറിഡോ കോർണിയൽ ആംഗിൾ. സോ ഈ ആംഗിളിലൂടെയാണ് ആക്ച്വലി ഇത് ഈ അക്വസ് ഹ്യൂമർ പുറത്തേക്ക് പോവുക, അടുത്ത വെയിനിലേക്ക് എത്തുക. സോ ഈ ആംഗിൾ തുറന്നിരിക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ആംഗിൾ. ഈ പടം നോക്കുക, ഈ പടത്തിൽ ഈ ആംഗിൾ അടഞ്ഞിരിക്കുകയാണ് കേട്ടോ, ഇവിടെ തുറന്നിട്ടില്ല, ഇത് അടഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ക്ലോസ്ഡ് ആംഗിൾ ആണ്. നമ്മൾ അതിനെപ്പറ്റി പിന്നീട് പറയും. സോ അതുകൊണ്ടാണ് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ. സോ മെക്കാനിക്കൽ തടസ്സമില്ല എന്നാണ് ഈ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയുടെ അർത്ഥം. അക്വസ് ഹ്യൂമറിന്റെ ഒഴുക്കിന് നോർമൽ പേറ്റൻസി പക്ഷെ ഇത്തിരി കുറവാണ്. ഈ ഒഴുക്കിന് ഇങ്ങനെ ഒഴുകി പോകുന്നതിന് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ പേറ്റൻസി കുറവാണ്. പക്ഷെ ദർ ഈസ് നോ ഒബ്സ്ട്രക്ഷൻ, തടസ്സമായിട്ട് അങ്ങനെ ചുരുങ്ങിയിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്ന് നമ്മൾ പറയാം. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ഏറ്റവും കൂടുതൽ ആണെന്ന് നമ്മൾ പറഞ്ഞു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ, എബവ് 40 കൂടുതലായിരിക്കാം. ദെൻ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ, വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിൽ, സോ ദർ ഈസ് സം ജനറ്റിക് റീസൺ ഉണ്ട്. സോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ മയോപ്പിയ ഉള്ള ആൾക്കാരിൽ, മയോപ്പിയ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിൽ, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാരിൽ, ഇവരിലൊക്കെ ഈ ചാൻസ് വരാൻ കുറച്ച് കൂടുതലാണ്. ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ സാധാരണ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, ആക്സിഡന്റലായിട്ടായിരിക്കും അധികം കണ്ടുപിടിക്കുക. എങ്കിലും വരാനാണെങ്കിൽ തലവേദന, ഹെഡേക്ക് ഉണ്ടായിരിക്കാം. ദെൻ ചിലപ്പോഴെങ്കിലും ബ്ലൈൻഡ് സ്പോട്സ് കാണാം, ചില കാര്യങ്ങൾ കാണാൻ പറ്റും. ദെൻ രാത്രി ഇരുട്ടത്തോട്ട് ഡാർക്ക് അഡാപ്റ്റേഷൻ കുറവായിരിക്കാം. ദെൻ രാത്രി നോക്കുമ്പോൾ ചിലതിനൊക്കെ
ഹാലോ ഇങ്ങനെയൊക്കെ കാണാം. സോ ഇങ്ങനെയൊക്കെയുള്ളതാണ് പ്രധാനം. കൃത്യമായിട്ട് ഭയങ്കര ഒരു ഇതാണ് ലക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കിക്കഴിഞ്ഞാൽ IOP മിക്കവാറും കൂടുതലായിട്ടിരിക്കുക. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ഞാൻ പടം ഒന്ന് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. സെയിം തന്നെയാണ്. ഇത് ലെൻസ് ആണ്, ഇത് ഐറിസ് ആണ്, ഇത് കോർണിയാണ്, ഇതാണ് ആംഗിൾ, ഇത് സീലറി, ബോഡിയിലെ സീലറി മസിൽസ് ആണ്, ഇത് സീലറി പ്രോസസ് ആണ്, സീലറി സോണ്യൂൾസ് ആണ്, ഇത് സ്ക്ലീറയാണ്. സോ ഇതാണ് പുറത്തേക്ക് പോകാനുള്ള കനാൽ ഓഫ് സ്ലിം ട്രബിക്കുലർ മെഷ് വർക്ക്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെയാണ്. സോ ഓക്കെ, നമുക്കിവിടെ ചെയ്യാവുന്നത് വാട്ട് വി ക്യാൻ ഡു ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, ഒന്ന് ഇവിടെ നിന്നാണ് സംഭവം ഉണ്ടാവുക. സോ ഒന്ന് ഫസ്റ്റ് തിങ് അക്യൂസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും, ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ, നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്ന് കുറയ്ക്കും. ഇതാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ്, അധികം മരുന്നുകളും ഇതാണ് ചെയ്യുക. രണ്ടാമത്തത് നമുക്ക് ചെയ്യാവുന്നത് ഇതിന്റെ ഡ്രെയിനേജിന് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നു. സോ ഡ്രെയിനേജ്, അക്യൂസ് ഹ്യൂമറിന്റെ ഇൻക്രീസ്ഡ് ഡ്രെയിനേജ് കൂട്ടുക, പുറത്തേക്ക് അത് പോകുന്നത് വർദ്ധിപ്പിക്കുക. പുറത്തേക്ക് എന്ന് വെച്ചാൽ അത് ബ്ലഡ് വെസലിലേക്ക് തന്നെയാണ് പോവുക. സോ ഇതാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. പ്രധാനമായിട്ടും തടസ്സമാണ് പ്രശ്നം എന്നാണ് പറയാം. ആൻഡ് നമുക്കിനി ആദ്യം അക്യൂസ് ഹ്യൂമർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയാം. സോ അക്യൂസ് ഹ്യൂമർ ഉണ്ടാകുന്നത് ബ്ലഡിലെ പ്ലാസ്മയിൽ നിന്നാണ്. ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ, സോ ബ്ലഡ് വെസലിലുള്ള നമുക്കറിയാം ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഈ പ്ലാസ്മയുടെ അൾട്രാ ഫിൽട്രേറ്റ് ആണ്, ഇവിടെ വരുന്ന അൾട്രാ ഫിൽട്രേറ്റ് ആണ് ഈ സീലറി പ്രോസസ്സിലേക്ക് എത്തുന്ന ബ്ലഡ് വെസൽസിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഈ അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത്. നമ്മുടെ ലിംഫ് പോലെ അല്ലെങ്കിൽ ബ്രെയിനിലുള്ള CSF പോലെ ഉള്ള ഒരു ദ്രാവകമാണ് ബ്ലഡ് വെസൽ, ബ്ലഡിൽ നിന്ന് തന്നെ വരുന്ന ദ്രാവകം. ആൻഡ് ഇവിടെ സീലറി പ്രോസസ് ആണ് ഇവിടെ ഉള്ള, അവിടെ ബ്ലഡ് വെസൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ ബ്ലഡ് വെസൽ എത്തുന്ന ഭാഗത്ത് ഇവിടെ ഞാൻ ഈ കുത്തു പോലെ വരച്ചിരിക്കുന്നത് നോൺ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. കാരണം ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, ഇവിടെ നോൺ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് സീലറി എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് തൽക്കാലം എപ്പിത്തീലിയൽ സെൽസ് എന്ന് വിളിക്കും, സീലറി എപ്പിത്തീലിയൽ. ഈ സെൽസിൽ ഇവിടെ ഒരു സീലറി എപ്പിത്തീലിയൽ ആണ്. ഇവിടെ ഒരു പമ്പ് ഉണ്ട്, ആൻഡ് ദിസ് ഈസ് സോഡിയം ATPase പമ്പ് ഉണ്ട്. ആൻഡ് ദിസ് പമ്പ് ക്യാൻ പമ്പ് ഔട്ട്, ഇങ്ങോട്ടേക്കല്ല ഇവിടെ, ഇത് ഇവിടത്തേക്കാണ് പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുന്നത് ഇത് ഉള്ളിലേക്കാണ്, വിട്രിയസ് ബോഡിയാണ്. സോ ഇത് ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നത് സോഡിയം പമ്പ് ചെയ്യും. സോഡിയം പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ആക്റ്റീവായിട്ടാണ് പമ്പ് ചെയ്യുക. ഓസ്മോളാലിറ്റി ഇവിടെ കൂടും, ഇവിടെ ഓസ്മോളാലിറ്റി കൂടുമ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക്, വാട്ടർ വിൽ ഫോളോ. സോ ആക്റ്റീവ് പ്രോസസ് ആണ്. സെക്രീഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഈസ് മോസ്റ്റ്ലി 70% ഈസ് ആക്റ്റീവ് പ്രോസസ് ആണ്, ആക്റ്റീവ് സെക്രീഷൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ആൻഡ് ഇനി സെൽസിൽ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. സോ ഇവിടെ എപ്പിത്തീലിയൽ സെൽസ് ആണെങ്കിൽ ഇവിടെ കാർബോണിക് അൺഹൈഡ്രേസ്, നമ്മൾ കിഡ്നിയിലൊക്കെ ഡയോറിറ്റിക്സ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞാണ്. സോ കാർബോണിക് അൺഹൈഡ്രേസ് എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, അത് കാർബോണിക് ആസിഡ് ആകും. കാർബോണിക് ആസിഡ് അൺസ്റ്റേബിൾ ആണ്, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ഉം ബൈകാർബണേറ്റ് ആക്കി മാറ്റും. ദെൻ ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് വീണ്ടും മാറ്റാം, കാർബോണിക് ആസിഡിന് ഇങ്ങനെ മാറ്റാം. സോ ഇതാണ് എന്റെ പരിപാടി. സോ ഇവിടെ ഈ സെല്ല് കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂടുതൽ ബൈകാർബണേറ്റ് ഇങ്ങോട്ടേക്ക് വരും. സോ ദാറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു മോർ പ്രൊഡക്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ. സോ ഇവിടെ എത്തുന്ന ബ്ലഡ് വെസലിൽ നിന്ന് പ്ലാസ്മ പുറത്തേക്ക്, അതായത് ഇവിടെ ഈ ചേംബറിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റീരിയർ ചേംബർ ആണ്, ഇതാണ് ആന്റീരിയർ ചേംബർ. സോ അക്യൂസ് ഹ്യൂമർ ഈസ് സെക്രീറ്റഡ് ഇൻടു ദ പോസ്റ്റീരിയർ ചേംബർ. പോസ്റ്റീരിയർ ചേംബറിലേക്കാണ് അക്യൂസ് ഹ്യൂമർ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദിസ് അക്യൂസ് ഹ്യൂമർ കണ്ടെയ്ൻ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, വൈറ്റമിൻ C ഉണ്ടായിരിക്കും, ബാക്കി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള എല്ലാ ഒരു ഫ്ലൂയിഡ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ വരുന്ന ബ്ലഡ് വെസൽസ് ഒന്ന് വരയ്ക്കാം. ഇത് ഒരു ബ്ലഡ് വെസൽ ഇവിടെ വരികയാണ്. ഓക്കെ, ഒരു ബ്ലഡ് വെസൽ വരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് എന്താ ഉള്ളത്, നോൺ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ സീലറി എപ്പിത്തീലിയം അതുണ്ട്. സോ ഇവിടെ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ റിസപ്റ്റേഴ്സ് ബ്ലഡ് വെസൽസിൽ β2 ഉണ്ട്, ഇവിടെയുണ്ട് β2, ഇവിടെയും β2. സോ ബ്ലഡ് വെസൽസ് β2ന്റെ ആക്ഷൻ β2 ഡയലേഷൻ ആണ് അല്ലെ, ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നതാണ് β2 എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ സെൽസിന്റെ ആക്ഷനും വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ എപ്പിത്തീലിയൽ സെൽസ് ഇതാണെങ്കിൽ അതിന്റെ ആക്ഷൻ വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ തടഞ്ഞാലോ, ഇഫ് ഇൻഹിബിറ്റ് അല്ലെ, ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ ചുരുങ്ങുകയും ചെയ്യും, ഇതിന്റെ ആക്ഷൻ കുറയുകയും ചെയ്യും. സോ അപ്പോൾ നമുക്ക് ഡിക്രീസ് അക്യൂസ് ഹ്യൂമർ, അത് കുറയ്ക്കാൻ പറ്റുമല്ലോ. രണ്ടാമത്തത് ഈ ബ്ലഡ് വെസലിൽ α1 ഉണ്ടെന്ന് കരുതുക. α1 എന്താ പരിപാടി, α1 ഇതിനെ ചുരുക്കുകയാണ് അല്ലെ. α1 ക്യാൻ കൺസ്ട്രിക്ട്, വാസോ കൺസ്ട്രിക്ടർ ആണ്. സോ ഇഫ് യു ഗിവ് സം ഡ്രഗ്സ് വിച്ച് ക്യാൻ ഇൻക്രീസ് α1 അഗോണിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഗെയിൻ വി ക്യാൻ റെഡ്യൂസ് ദ അക്യൂസ് ഹ്യൂമർ സെക്രീഷൻ. സോ α1 അഗോണിസ്റ്റ് ഉപയോഗിക്കാം. സോ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ പറഞ്ഞു, ബീറ്റയെ തടയുന്ന മരുന്നുകൾ ഉപയോഗിക്കാം. ദെൻ ഇവിടെ there are some α2 റിസപ്റ്റർ കൂടിയുണ്ട്. α2 റിസപ്റ്റേഴ്സ് എന്താണ്, α2 റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇതിനെ ചുരുക്കുന്നതാണ്, വാസോ കൺസ്ട്രിക്ഷൻ ഈ സെൽസിൽ ഇതിനെ ചുരുക്കാൻ കഴിവുള്ളതാണ്. സോ സീലിയറി എപ്പിത്തീലിയൽ സെൽസിന്റെ പ്രവർത്തനം കുറയ്ക്കാൻ പറ്റും. സോ α2 അഗോണിസ്റ്റ് മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ടെന്ന് പറഞ്ഞു. കാർബോണിക് അൺഹൈഡ്രേസിനെ തടഞ്ഞു കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് സെക്രീഷൻ കുറയും. സോ ദാറ്റ് ഓൾസോ ക്യാൻ റെഡ്യൂസ് അക്യൂസ് ഹ്യൂമർ. സോ നമ്മൾ പറഞ്ഞ മരുന്നുകൾ, ഒന്ന് ബീറ്റ ബ്ലോക്കർ പറഞ്ഞു, രണ്ടാമത്തത് α2 അഗോണിസ്റ്റുകൾ പറഞ്ഞു, α1 അഗോണിസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ദെൻ
കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദിസ് അക്യൂസ് ഹ്യൂമർ സെക്രീഷൻ. ഇവിടെ നിന്ന് പോസ്റ്റീരിയർ ചേംബറിലേക്കുള്ള അക്യൂസ് ഹ്യൂമർ സെക്രീഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും.